ഞാൻ പോവല്ലേ ബേസിക്കലി. താങ്ക് യു ബ്രോ. നമ്മളെല്ലാ അടിക്കലും സന്തോഷമായിട്ട് നിൽക്കുക എന്നുള്ളതല്ലേ എല്ലാവരുടെ പറയില്ലേ നമ്മള്. ഞാനിപ്പോ എന്റെ ആ ഒരു അവിടെ പഠിച്ച വലിയ പാഠം അത് തന്നെയാണ്. ഇപ്പൊ ലൈഫിൽ ഒരു ക്ഷമ ഒരുപാട് ഞാൻ പഠിച്ചു അവിടെ വന്നിട്ട്. ഹാപ്പി എല്ലാത്തിനകത്തും ചിരിച്ചോണ്ടിരിക്കാൻ ഒരുപാട് സന്തോഷം. പിന്നെ ഞാൻ ഇവരൊക്കെ കുറെ ആൾക്ക് ശേഷം എല്ലാവരും അടുത്ത് ഇവരും കാണുന്നേ. ഇങ്ങനെ ഞാൻ ഇവരെ കാണാതെയും മിണ്ടാതെയും ഇരുന്നിട്ടില്ലല്ലോ. അപ്പൊ അതിലും ആ സന്തോഷമൊക്കെയാണ് ഇന്ന് പുറത്തു വരുന്നത്. പിന്നെ ഇന്ന് ഞാൻ വന്നപ്പോ എനിക്ക് ഗബ്രിയെ കണ്ടു, നന്ദുട്ടനെ കണ്ടു, സായിനെ കണ്ടു, നിഷാനെ കണ്ടു. ഞാൻ അവിടുന്ന് പുറത്തു വരുമ്പോഴത്തേക്കും എന്റെ കൂടെ ഉണ്ടായിരുന്ന ഇത്ര ആൾക്കാരുടെ അടുത്തേക്ക് വരിക എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ അത്ര ഹാപ്പി ആവുമല്ലോ. ശരണ്യ എന്നെ വിളിച്ചു, സിബിൻ ഓൾറെഡി വരാനിരുന്നതാണ്. നിഷാന വന്നു. രതീഷ് ചേട്ടനൊക്കെ ഉണ്ട് നമ്മുടെ ഉണ്ടാ രതീഷ് ചേട്ടൻ എയർപോർട്ടിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനവിടെ വന്നപ്പോൾ രതീഷ് ചേട്ടൻ ഓടി വന്നു, എന്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് മുത്തേന്ന് പറഞ്ഞ ഞാൻ വന്നു. ഞങ്ങൾ ഫോട്ടോ എന്റെ ഫോണിൽ എടുത്തിട്ടുണ്ടോ തോന്നുന്നു, രതീഷ് ചേട്ടനായിട്ടുള്ള ഒരു ഫോട്ടോ ഒക്കെ. അപ്പം നമ്മുടെ രതീഷ് ചേട്ടൻ എയർപോർട്ടിലുണ്ടായിരുന്നു. പുള്ളി ഇപ്പോ അപ്പം ഞാനവിടെ നിൽക്കുന്നുണ്ടെന്ന് കണ്ടപ്പോഴത്തേക്കും പുള്ളി ഓടി വന്നു എന്റെ അടുത്ത്. ഞാൻ രതീഷ് ചേട്ടനായിട്ടാണ് ഫസ്റ്റ് വീക്കിൽ ഏറ്റവും കൂടുതൽ ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ ഇട്ടിട്ടുള്ളത്. അതൊക്കെ നമ്മള് അതാ ഞാൻ പറഞ്ഞു, ഈ സീസണിൽ ഞാൻ കണ്ടിട്ടുള്ള കാര്യം അതാണ്. അവിടെ എത്ര വഴക്കുണ്ടായാലും എത്ര വാക്കുതർക്കുണ്ടായാലും നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് പുറത്തിറങ്ങുമ്പോൾ മിങ്കിൾ ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ ഗബ്രിയായിട്ട് അതിനകത്ത് വെച്ച് പല വാക്കുതർക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ലൈക്ക് ഭയങ്കര സ്നേഹത്തിലാണ് അവൻ ഓടിങ്ങിട്ട് വരുമ്പോഴത്തേക്ക് എനിക്ക് അത്ര ഹാപ്പി അല്ലേ, സന്തോഷമല്ലേ. അവൻ എനിക്ക് ചോദിച്ച പോലെ കേക്ക് മുറിച്ചൊന്നാവുമ്പോന്ന് ചോദിച്ചേ, അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ് അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ. ഹാപ്പി ആയിട്ട് നമുക്ക് പറയാം, ബാക്കിയൊക്കെ പറയാം. നമുക്കിനി സമയമുണ്ടല്ലോ, നമുക്ക് ഉറപ്പായിട്ടും പറയാം. നമുക്കിനി കുറെ കാര്യങ്ങൾ പറയാനുണ്ടോ, അതൊക്കെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ പറയാം. ഓക്കെ. അങ്ങനൊന്നുമല്ല. ഇത് ഞങ്ങള് കുറെ ദിവസമായാലും കണ്ടിട്ട് നമ്മള് കാണാൻ വേണ്ടിയുള്ള ആഗ്രഹത്തിൽ വന്നതാണ്. അപ്പൊ അവിടെ പപ്പ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് പറഞ്ഞിരുന്നത് 10 മുമ്പ് വീട്ടിലെത്തിക്കണമെന്നാണ് പറഞ്ഞിരുന്നേ. നമ്മളിവിടെ ഇറങ്ങാൻ 10 ഇപ്പൊ. ഇനി അവിടെ വരെ പോണ്ടേ. എന്തോ അവർ രണ്ടുപേരും പുറത്താണ്. എന്തോ താടിയാണ് ഉദ്ദേശിക്കുന്നത്, താണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്? താണ്ടി ഞാൻ പറഞ്ഞില്ലേ, August 5 എന്റെ പ്ലേറ്റ് അഴിക്കും. അതിന്റെ കുറച്ച് പരിപാടീസ് ഒക്കെ ഉണ്ട്. ഇനി അതൊക്കെ ഇനി ചെല്ലണം. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും താങ്ക്സ്. നമുക്ക് ഇനി അടുത്ത ദിവസങ്ങളിൽ കാണാം. ഓക്കെ, എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്.